ഹായ് ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു പരീക്ഷണമാണ് ചെയ്തു നോക്കാൻ പോകുന്നത്. ഈ കൊക്കോയിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കിവിടെ കൊക്കോ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൂടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളത് കൊക്കോ പറിച്ചിട്ടുണ്ട്, അത് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ. ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ കഴിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു 2-3 ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും കുരുവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 2-3 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കണം കേട്ടോ. നല്ല വെയിലത്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അതായത് 1ാമത്തെ ദിവസമാണ് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബദാം പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഉണങ്ങി വരുമ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മൾ മൊത്തം 3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ തോട് പൊട്ടിച്ചെടുക്കുന്നത്. ഇങ്ങനെ നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ കുഞ്ഞേച്ചിയാണ് ഞങ്ങളെങ്ങനെ വറുക്കാൻ സഹായിക്കുന്നത്. അതിനിടെ സിൽക്കി പുറത്തുണ്ട്. സിൽക്കി ഞങ്ങൾ എവിടെ നിൽക്കണമെങ്കിൽ സിൽക്കിക്ക് അവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ സിൽക്കി തീയുടെ അടുത്ത് നിർത്തിയാൽ ശരിയാവില്ല, മൊത്തം രോമമായതുകൊണ്ട് അതുകൊണ്ട് അത്ര വെടിപ്പ് ആളത്ര നീറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കെട്ടിയിട്ടേക്കാണേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം വറുത്ത് വന്നു കേട്ടോ. കുഞ്ഞാച്ചി ഇളക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഇളക്കി മൊത്തം കരിഞ്ഞു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇതിങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് തോന്നുന്നത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഇതറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഒരെണ്ണം ഇങ്ങനെ പൊളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയാണ് അതിൻ്റെ സീഡ് കിട്ടിയിട്ടുള്ളത്. എവിടെ? ഇവിടെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമേ ഇത് പൊളിക്കാൻ. അങ്ങനെ പൊളിക്കാൻ പിന്നെ ആൾക്കാർ കൂടുതലായിരുന്നേ. പൊളിച്ചെടുക്കുമ്പോൾ നമുക്കൊരു കറുത്ത ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാപ്പിക്കുരു പോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങളിവിടെ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണേ. ഞാനുണ്ട്, കുഞ്ഞാച്ചിയുണ്ട്, ശ്രീകുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി സമയം എടുക്കേ, ചൂടായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു ഇങ്ങനെ പൊളിച്ചെടുക്കാൻ. അങ്ങനെ ഇതെല്ലാം പൊളിച്ച് എടുത്തിട്ടുണ്ട്, എടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടി. അപ്പോൾ സിൽക്കി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളടുത്ത് കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഇവൾ എന്തിനാണ് കുരയ്ക്കുന്നതെന്നല്ല, ഇവൾ ശരിക്കും അവിടെ വന്നിരിക്കുന്ന കാക്കയെ നോക്കിയാണ് കുരയ്ക്കുന്നത്. ഇവൾ വിചാരം ഇവളുണ്ടെങ്കിൽ ഒരു കാക്ക പോലും ആ ഏരിയയിൽ കൂടെ പറന്നു വിടുന്നതാണ്. അത് വല്ലതും നടക്കുമോ? അങ്ങനെയാണ് ഇവിടെ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇത് പൊളിച്ച് തീർന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവശ്യമില്ലാതെ കാട് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാ പ്രോസസ്സും നിങ്ങളെ കാണിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തം ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊളിച്ചെടുത്തിട്ട് വേണം നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാനേ. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതുവരെയും തീരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. സിൽക്കി ഇടയ്ക്കിടയ്ക്ക് ബഹളം വെക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവുന്നുണ്ട്. അവൾ കൂടി ഇത് കാണണം, ഇതിൻ്റെ അടുത്ത് വരണമെന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇതാണ് നമുക്ക് പൊളിച്ച് അവസാനം കിട്ടിയിട്ടുള്ളത്. ഇത്രയാണ്, ഇതാണ് അതിൻ്റെ തോട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇത് മിക്സിയിൽ ജാറിലോട്ടിട്ട് അപ്പോൾ നമുക്കിതാ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാമേ. ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് പേസ്റ്റായിട്ട് കിട്ടുമെന്നാണ് ഞങ്ങൾ നോക്കിയ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ടയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ജലാംശം ഉണ്ട്, അത് കുറച്ച് വെറ്റാവുന്നുണ്ട്. പക്ഷേ അതുപോലെ നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം നമ്മൾ ചോക്ലേറ്റ് പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. നമുക്ക് ഒരു പാനിൽ ഒരു ചീനച്ചട്ടിയിൽ വെള്ളം ചൂടാക്കിയിട്ട് നമുക്കിതിനെ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം കേട്ടോ. അതിലോട്ട് ഞങ്ങളൊരു കുഞ്ഞു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കാനുള്ളത്. കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ നെയ്യ് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആകെ കുറച്ചേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് തന്നെ കുറച്ച് ഇതിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. എന്താ കിട്ടുമെന്ന് അറിഞ്ഞുകൂടല്ലോ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു കൈപിടി എടുത്ത് വെച്ച് പിടിച്ച് വേണം ഇളക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ അടിയിലുള്ള വെള്ളം ഇതിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഇളക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, വാരി തിന്നാനൊക്കെ തോന്നേ. പക്ഷേ വല്ലാത്തൊരു നമുക്ക് ഒരു സ്മെല്ലടിക്കുമ്പോഴേ അറിയാം, ഒരു കയ്പ്പ് ഫീലുള്ള സ്മെല്ലായിരുന്നു ഇതിന്. അതിനുശേഷം നമുക്ക് ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് ശരിക്കും ഡബിൾ ബോയിലിംഗ് ചെയ്യാനുള്ളത്. ഈ പഞ്ചസാരയും ഈ ഒരു സംഭവം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ.
അങ്ങനെ നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ തിക്കായി കേട്ടോ. ബാറ്റർ എന്ന് പറയാൻ പറ്റുമോ എന്തോ, ഈ സംഗതി കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഐസ് ട്രേ ആണ്. നമ്മളിവിടെ റൗണ്ട് ഷേപ്പുള്ള ഒരു ഐസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഡിഫറെൻറ്റ് മോൾഡിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റൊക്കെ, ഈ ചോക്ലേറ്റ്സൊക്കെ നമ്മൾ അല്ലാതെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന മോൾഡ്സ് ഉണ്ടല്ലോ, ആ മോൾഡിൽ നമുക്ക് വെക്കാം. ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളുമായിരുന്നു. അങ്ങനെ ഇതിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ആദ്യം സെറ്റാവാൻ ഇതിലോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നേ. കാരണം ഇത്രയും തിക്കായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റിയില്ല, ഞാൻ തോറ്റ് പിന്മാറി. ഇത് ആ കൊച്ചാണ് ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല കറക്റ്റായിട്ട് ട്രെയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തത്തിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുറേ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഫില്ല് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല അവിടെ സെറ്റായിരിക്കും. ഇല്ലെങ്കിൽ എയറൊക്കെ കയറി നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടാതെ വരും കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തു ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് അവസാനം എങ്ങനെയാണ് കിട്ടാൻ പോകുന്നതെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. എന്തായാലും നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രേയുടെ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് നമുക്ക് സംഭവം കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ച് നേരം നമുക്കത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. എത്ര ടൈം എടുക്കുമെന്ന് പറഞ്ഞു, ഏകദേശം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ നമുക്കത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് അവസാനം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ എന്ത് ആവുമെന്നറിയാൻ. ഒരു കട്ട വീണപ്പോഴേ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം കറക്റ്റ് ചോക്ലേറ്റ് പീസ് പോലെ ഉണ്ട്. തിന്നാൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൊതി തോന്നി കേട്ടോ, അതിങ്ങനെ മഴത്തുള്ളി പോലെ വീണുണ്ട്. അപ്പോൾ ആ കൊച്ചു പറയുകയാണ്, ചേച്ചി അത് മതി, അത്ര ഇട്ടത് മതി, ഒന്നെടുത്ത് കഴിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഫുള്ള് കിട്ടണം. അങ്ങനെ ഞാൻ ഫുള്ളും അതിലോട്ട് തട്ടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ല രസമാണ്. നമ്മൾ എണ്ണയും നെയ്യൊക്കെ ചേർത്തുകൊണ്ടാണ് നല്ല ഗ്ലേസിങ്ങിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഗതി. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. ഇങ്ങനെയാണ് നമുക്ക് അടുത്ത് വെച്ച് കാണുമ്പോൾ ലുക്ക്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളതെന്ന്. ഓൾറെഡി കയ്പ്പായിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു തവണ ടേസ്റ്റ് ചെയ്ത് നോക്കി. കയ്പ്പ്, നല്ല കയ്പ്പ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി, എവിടെയെങ്കിലും ഒരു മധുരമുണ്ടോ? ഇല്ല, വീണ്ടും കയ്പ്പ്. പക്ഷേ ഇതിലെന്തൊക്കെയോ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റ് ഉണ്ടാകുന്നത്. നമ്മളതൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമുക്ക് പിന്നെയും കയ്പ്പായി തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷണം ചോക്ലേറ്റ് കിട്ടി, അത്രയേ ഉള്ളൂ.